ഹലോ എവ്രി വൺ, എല്ലാവർക്കും എം എസ് വ്ളോഗ്സിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ആദ്യം നമ്മുടെ ചാനലിൽ പോളോൻ്റെ ഒരു റിവ്യൂ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇതെന്ന് വരുന്നത്. അപ്പോൾ നമ്മുടെ പോളോൻ്റെ ഫസ്റ്റ് മെയിൻ സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആർക്കെങ്കിലും ഇനി സർവീസ് ചെയ്യാൻ പോകുന്ന ആർക്കെങ്കിലും ഇതൊരു ഉപകാരപ്രദമായ നല്ലതല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളോട് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്കും ഈ സർവീസ് ചെയ്യാൻ കൊടുത്തപ്പം ആദ്യത്തെ ടെൻഷൻ എത്ര പൈസ ആവുന്നതായിരുന്നു. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഞങ്ങൾ ഉദ്ദേശിച്ചത് 1 കിലോമീറ്ററിന് 1 രൂപ വെച്ചിട്ടായിരുന്നു. പക്ഷേ അതല്ലായിരുന്നു, ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ പോളോൻ്റെ സർവീസ് വരുന്നത് ഒന്നെങ്കിൽ 15,000 കിലോമീറ്റർ, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു വർഷം ആവുന്ന എന്നാണോ അപ്പോഴേക്കുമാണ് ഇതിൻ്റെ സർവീസ് വരുന്നത്, മെയിൻ സർവീസ്. അതുവരെ ചെക്കപ്പ് ആയിരുന്നുണ്ടായിരുന്നു. ജസ്റ്റ് അവരൊന്ന് ചെക്ക് ചെയ്യുള്ളൂ, പിന്നെ വണ്ടി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് തരുകയും ചെയ്യും. അതായിരുന്നു ചെക്കപ്സിൽ എത്ര നാളും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി മെയിൻ സർവീസിലേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ ബേസിക്കായിട്ട് നമ്മുടെ ഓയിൽ ചേഞ്ച് വരും, പിന്നെ AC ഫിൽറ്റർ ഉണ്ട്, ഓയിൽ ഫിൽറ്റർ ഉണ്ട്. ഇത്തരം കാര്യങ്ങളാണ് മെയിനായിട്ട് മെയിൻ സർവീസിൽ ഇവർ ചെയ്തത്. പിന്നെ നമ്മൾ എന്തൊക്കെ ഇഷ്യൂസ് പറഞ്ഞു കൊടുക്കുന്നോ അതൊക്കെയും ഇവർ ചെക്ക് ചെയ്യും. എന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയ സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് അവർ എസ്റ്റിമേറ്റ് ഫസ്റ്റ് തന്നു. അതൊരു 10,000 രൂപയായിരുന്നു എസ്റ്റിമേറ്റ് തന്നത്. അതിനുശേഷം വണ്ടി വാങ്ങിക്കാൻ നേരത്ത് അവരെന്തൊരു ഓഫറൊക്കെ ഉണ്ടായിരുന്നു. ആ ഓഫറൊക്കെ കഴിഞ്ഞിട്ട് 9,000-ൻ്റെ അടുത്താണ് ഈ സർവീസ് കോസ്റ്റ് ഞങ്ങൾക്ക്, ഫസ്റ്റ് സർവീസിൻ്റെ കോസ്റ്റ് ഞങ്ങൾക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ലിസ്റ്റ് പറയാൻ വേണ്ടി അവർ തന്ന ലിസ്റ്റ് തന്നെയാണ്. അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ഇങ്ങനെ ഫസ്റ്റ് വരുന്ന എസ്റ്റിമേറ്റിൽ കറക്റ്റായിട്ട് ഇതിൽ മെൻഷൻ ചെയ്തിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ പറയാം, ഫസ്റ്റ് എന്തായാലും അവർ ഒഴിവാക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ സർവീസ്. 15,000 കിലോമീറ്ററിൽ ആ ഒരു സർവീസ് ഉണ്ടാവും. പിന്നെ AC ഡിസ്ഇൻഫെക്ഷൻ ഉണ്ടാവും. പിന്നെ സാനിറ്റൈസേഷൻ, ഇപ്പോഴത്തെ ഒരു കാലം ആയതുകൊണ്ട് അവർ സാനിറ്റൈസേഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട്. പിന്നെ എൻജിൻ റൂം ക്ലീനിങ് ആണ് ഒന്ന്. അടുത്തത് പറയുന്നത് ഞങ്ങൾ പറഞ്ഞു കൊടുത്ത കാര്യമായിരുന്നു. ഞങ്ങൾക്കൊരു കുറച്ചൊരു ഗിയർ ടൈറ്റ് ഉള്ള മാതിരി തോന്നിയിട്ട് അവരോടത് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് അവർ ചെക്ക് ചെയ്തു. പിന്നെ വീൽ അലൈൻമെൻറ്റും ബാലൻസിങ്ങും നോക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ എന്തായാലും മസ്റ്റായിട്ട് അവർ ചെയ്യുന്നതാണ്, ഒരു സർവീസിൽ മസ്റ്റായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ AC-ൻ്റെ ഡിസ്ഇൻഫെക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ നമ്മുടെ എയർ ഫിൽറ്റർ ഉണ്ടാവും, ഓയിൽ ഫിൽറ്റർ ഉണ്ടാവും, പിന്നെ ക്ലീനിങ്ങും വാഷിങ്ങും. ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് സർവീസിൽ അവർ ചെയ്ത സർവീസസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കണ്ടില്ലേ, എൻജിൻ റൂം നന്നായിട്ട് തന്നെ ക്ലീൻ ആക്കി കിട്ടിയിട്ടുണ്ട്. ഇത് ഭയങ്കര ചെളിയായിട്ട് കിടന്നിരുന്ന സ്ഥലമായിരുന്നു. പിന്നെ അവർ ഒരു കാര്യം കൂടി പറഞ്ഞു, ഈ എൻജിൻ റൂം ഒരിക്കലും നിങ്ങൾ വാഷ് ചെയ്യാൻ പാടില്ല. അതായത് അത് ക്ലീനർ കിട്ടും, ആ ക്ലീനർ വെച്ച് ഇടയ്ക്കൊന്ന് തുടച്ചു കൊടുത്താൽ മതി. ഇപ്പം ആ സൈഡിൽ അതൊക്കെ കണ്ടില്ലേ, അതിലേക്കൊന്നും ഒട്ടും വെള്ളം പോകാൻ പാടില്ലാത്ത പാർട്സൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇനി ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ വണ്ടിയെല്ലാം നന്നായിട്ട് ക്ലീനാക്കി, ഉള്ളിൽ ക്ലീനാക്കി എല്ലാം സാധാരണ സർവീസിൽ ചെയ്യുന്ന പോലെ തന്നെ അവർ ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ സർവീസ് ചെയ്തത് ബാംഗ്ലൂരിൽ നിന്നല്ല, കോഴിക്കോട്ടെ ഫോൾക്സ്വാഗൻ ഷോറൂമിൽ നിന്നാണ് ചെയ്തത് കേട്ടോ. അപ്പം അവിടെ അത്യാവശ്യം റിവ്യൂ ഉള്ള ഷോറൂമാണ്. ബാംഗ്ലൂരിനെ വെച്ച് നോക്കുമ്പം ഇവിടെ തന്നെ ചെയ്യുന്നത് ബെറ്റർ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നാട്ടിൽ തന്നെ, ബാംഗ്ലൂർ കൊടുക്കാതെ ഞങ്ങൾ നാട്ടിൽ തന്നെ കൊടുത്തത്. പക്ഷേ എല്ലാം നല്ല സർവീസായിരുന്നു. നമ്മളെ കിട്ടിയ ആളായാലും അവരെല്ലാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു എന്തൊക്കെയാണ് വേണ്ട കാര്യങ്ങൾ. അത് നല്ല സർവീസിനെ കുറിച്ച് നമുക്ക് എന്താ പറയുക, 100% സാറ്റിസ്ഫൈഡ് ആണ് അവിടുത്തെ സർവീസിൽ. ഇനി പിന്നീട് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവോ ഇല്ലയോ എന്ന് അറിയത്തില്ല, പക്ഷേ ഇപ്പോൾ ചെയ്ത സർവീസിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഞാൻ അന്ന് പറഞ്ഞായിരുന്നു നമ്മുടെ വീലിലെ ആ ഒരു എംബ്ലം പോയെന്ന്. പിന്നെ ഈ സർവീസിൽ നമ്മൾ അതും ചെയ്തിട്ടുണ്ട്. ഞാനന്ന് പറഞ്ഞായിരുന്നു 750 രൂപ. ആ 750 രൂപയ്ക്ക് ഈ ഒരു എംബ്ലം കൂടെ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ സർവീസിൽ ചെയ്തത്. അപ്പം അന്നത്തെ പോലെ ഞാൻ കോസ്റ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇത്രയാണ് ആവുന്നത് എനിക്ക്. പിന്നെ ആ വീഡിയോയിൽ ഒത്തിരി കമൻസിലൂടെ കുറേ ഡൗട്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഞാൻ കമൻറ്റിന് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയ്ക്ക് ഒത്തിരി സപ്പോർട്ടാണ് കിട്ടിയത്. അപ്പോൾ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ ഇതുപോലെ തുടർച്ചയായി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ചെറിയ ഈ സർവീസിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ സർവീസ് കോസ്റ്റ് ഞങ്ങൾ ഒരു 15,000 ആണ് എക്സ്പെക്റ്റഡ് എന്നാണെന്നോ ആ വീഡിയോയിൽ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്ക് അത്ര ആയിട്ടില്ല, 9,000 ആണ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.